സിസ്ഗ്രീനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 17 വർഷമായിട്ട് 2000-ലധികം കസ്റ്റമേഴ്സ് കേരളത്തിനകത്തും പുറത്തും ഇതിനോടകം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. റിജക്ഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 25 lakhിന്റെ ബിസിനസ് ടേൺ ഓവർ സംഭവം സർവീസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നാളെ എവിടുന്ന് കണ്ടാലും വേണം എന്ത് ചെയ്യണം, വന്നിട്ട് ഫസ്റ്റിലെന്ന് പറഞ്ഞിട്ട് കൈ തരണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷമൊക്കെ നമ്മൾ ആയി. ഇപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ അല്ലേ സുഖം എന്നുള്ള. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മളൊന്നും ഒന്നുമില്ല എന്നുള്ളൊരു ഫീൽ. അതായത് ഞങ്ങൾ ഇനിയും കിടക്കണമെന്ന് അതിലത്തെ ഒരു 10% പോലും ഞങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു സംഭവം? ഇതിൽ ഇപ്പോൾ 2013 നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഇതുണ്ടൊക്കെ. 2014 നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. കാരണം CCTVയുടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് നമ്മൾ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്ടറും കൂടി ഇതിൽ ആഡ് ചെയ്തു. എനർജി സെക്ടറായിട്ട് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ ഇൻവേർട്ടേഴ്സും ബാറ്ററിയും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു ഇതിൽ. അത് ഇൻവേർട്ടേഴ്സും ബാറ്ററിയും ആദ്യം എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് ഇറക്കല്ല ചെയ്തത്. നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളതൊക്കെ ആയിട്ട് നമ്മൾ അവരായിട്ട് എന്ത് ചെയ്തു കൊള്ളാബായിട്ട് കാര്യങ്ങളതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാനിലേക്ക് എത്തിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസിഷൻ എത്താൻ എത്ര ടൈം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്? അത് എത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പ്ലാനിൽ പറഞ്ഞാൽ എറണാകുളത്ത് ഓഫീസ് വേണം. കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള നമുക്കൊരു മൈൻഡിൽ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ 1.5 വർഷം കൊണ്ട് 25 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണം എന്ന് അന്ന് എന്ത് ചെയ്തു മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ ചെയ്യണം, എങ്ങനെ എന്താന്നുള്ളത് കറക്റ്റ് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടെക്നോളജിയുടെ നമുക്ക് സപ്പോർട്ട് പുതിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാടുണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും സുലഭമായിട്ടുള്ളതാണ് ട്രെയിനേഴ്സ്. ഇന്ന് ഒരുപാട് വെച്ചാൽ ബിസിനസ് കോച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. ട്രെയിനർമാരുണ്ട് ബിസിനസ് കോച്ച് എന്ന് പറഞ്ഞിട്ട് ഏത് ഇപ്പോൾ അതേപോലെ കൺസൾട്ടന്റ്. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഡിജിറ്റൽ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടിയും സജീവമായിട്ട് ഇപ്പോൾ ബിസിനസ് മാത്രമല്ല ഏതിപ്പോൾ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ PR വർക്ക് മൊത്തം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. എലക്ഷൻ ആവട്ടെ, അതേപോലെ നമ്മുടെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ എന്താണ് ഡിജിറ്റൽ മീഡിയയുടെ ഇതില്ലാത്ത ഒരു പ്രസൻസ് ഇല്ലാത്ത ഒരു സംഭവം ഇന്നില്ല. അന്നതല്ല, അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിങ്. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ പരസ്യം ചെയ്യുക, അല്ലെങ്കിൽ പേപ്പറിൻ്റെ കൂടെ നമ്മൾ നോട്ടീസ് ഇടുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് എത്തുള്ളൂ. നമ്മളൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 2003 എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഇയറിൽ ഒരു മൊബൈൽ ഒരാളുടെ കയ്യിൽ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തന്നെ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. കാരണം എന്താ പറഞ്ഞാൽ ക്യാമറ ഉള്ള ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. അതായത് ഒരു ഫോണിന്റെ പരസ്യം അവർക്ക് ഫ്ലാഷ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അതാണ് ഫീച്ചർ, ഭയങ്കര ഹൈലൈറ്റ്. ഇന്നാ പരസ്യം വന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ്. അപ്പോൾ അന്ന് സിം എടുത്തെന്ന് പറഞ്ഞാൽ 750 രൂപ കൊടുത്തിട്ടാണ് അന്ന് ഒരു എയർടെലിൻ്റെ സിമ്മൊക്കെ എന്ത് ചെയ്തത് പർച്ചേസ് ചെയ്തത്. കാരണം അതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കോസ്റ്റ്ലിയും ബാക്കിയുള്ളതൊക്കെ ഇരുന്നിട്ടോ. പക്ഷെ 2003 നമ്മൾ അനുഭവിച്ച ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളീ പറയണത്. പക്ഷെ അന്ന് ബിസിനസ് കാര്യങ്ങളതൊക്കെ ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ടും. അപ്പോൾ എല്ലാ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ ബിസിനസ് കോച്ചിങ് തരുന്ന ഏതൊരു ട്രെയിനറുടെയും ഇതെടുത്ത് വയ്ക്കുക. അവർ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ അവരുടെ ബിസിനസ്സിൽ അവർ പൊട്ടിയിട്ട് പാളിസായിട്ടും അവർ തിരിച്ചു വന്നിട്ടുണ്ടാവുക. അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും. അവരുടെ അത് എടുത്തൊക്കെ അവർ പറയുന്നുണ്ടാവും അതിൽ ഇന്ന രീതിയിലൊക്കെ സംഭവിച്ചു, ഇന്ന സ്ട്രഗിൾ അനുഭവിച്ചു, എന്നിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ ബിസിനസ് കൺസൾട്ടന്റും അങ്ങനത്തെ ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ രീതിയിൽ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജിയൊക്കെ ഉണ്ട്, സാഫ്കോ ബിൽഡേഴ്സിൻ്റെ ഒക്കെ, അവരായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ബന്ധമാണ്. ശരിക്കും ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് അവരെന്ന് കോച്ച്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇവരുടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യും. ട്രാവൽ ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കിട്ടാനോ അങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചിട്ടല്ല ട്രാവൽ ചെയ്യണത്. പക്ഷെ ആ ഒരു ബന്ധങ്ങൾ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. കാരണം
ആളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 89-90 കാലഘട്ടം മുതലേ എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ വെച്ചാൽ പോയിട്ട് വീണ്ടും തിരിച്ച് ഇന്ന് ഏറ്റവും എന്താ പറയുക നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സെഫ്കോ ബിൽഡേഴ്സൊക്കെ. അപ്പോൾ എടപ്പാട് തന്നെ, ഷാജിക്ക. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരുടെ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാവും. ആ നോട്ട് പാഡിൽ ആൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ചിലവാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മൊത്തമായിട്ട് എന്ത് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വെക്കുകയാണ്, ഡോക്യുമെൻറ്റഡ് ആക്കും. അപ്പോൾ ഞാനത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ചെയ്യണ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണതും ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുണ്ടാകും പോലെ എഴുതി വെക്കണം. അവിടെ നിന്നാണ് എന്ത് ചെയ്യണത് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണത് ആ ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങി. ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവരും തുടങ്ങി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും, നമ്മൾ സ്പെൻഡ് ചെയ്യും. ഓഫീസിലത്തെ കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ അതൊക്കെ അക്കൗണ്ട്സിൽ ഇതിലും പോകുന്നുണ്ടാവും. പേഴ്സണൽ ലൈഫിലുണ്ടായ കുറേ മാറ്റങ്ങളാണ്. അത് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാനത് മുമ്പ് കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ പ്രോബ്ലം എഴുതി വെച്ചാൽ തന്നെ ആ പ്രോബ്ലത്തിന് 50% സൊല്യൂഷൻ ആയി എന്നുള്ളതാണ്. അതെ, അത് അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൽ തുടങ്ങി. പിന്നെ അതേപോലെ ഒരുപാട് ബിസിനസ്സുകാർ ആരെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സാണ് നമ്മൾ സംസാരിക്കുക അധികം. അവിടെ എന്തെങ്കിലും നോളജ് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു സെക്ടർ കൂടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ആഡ് ചെയ്തു, നമ്മൾ ചെയ്യൽ തുടങ്ങി. അതിൻ്റെ ഇവരൊക്കെയാണ് നിങ്ങളെ കൺസൾട്ടൻസ്, ബിസിനസ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇവരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യണത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇന്ന രീതിയിൽ. അതേപോലെ എവിടെ പോയി കഴിഞ്ഞാലും ഫസലാണ് ട്ടാ അനിയനാണ് ധൈര്യമായിട്ട് വർക്ക് കൊടുത്തോളൂ എന്നുള്ള രീതിയിലൊക്കെ അവരാണ് നമ്മൾ എന്ത് ചെയ്യണത് പ്രൊമോട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക്. ഷാജിക്കാരുടെ ഒരു കാര്യം നമുക്കൊരു ഓർമ്മയിൽ ഏറ്റവും അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഗ്രോത്തിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക്, കാരണം ഈ പറയുന്ന ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടറും ബാറ്ററിയും നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മളിത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസും കൂടി നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ തരുന്ന ആളുകൾക്ക് നമുക്ക്, ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് തരുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ നോളജും എനിക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്. യെസ്, കാരണം അത് മാനുഫാക്ചർ കംപ്ലീറ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനീഷ്യലി അത് എന്തൊക്കെയാണ് അതിൽ വരാനുള്ള ചാൻസ് എന്ന് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഒരു സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കിട്ടിയിട്ടുണ്ട്. അത് ഈ ബിസിനസ്സിലല്ല, 100% കിട്ടുന്ന ഉറപ്പാണ്. അത് ഈ ബിസിനസ്സിലല്ല, വേറെ ബിസിനസ്സിൻ്റെ കൂടെ ചെയ്തിരുന്നു. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ വേറെ ഒരു ടാറ്റയുടെ ഒരു സർവീസ് സെന്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. വേറെ ആളെ കണ്ടിട്ടാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അതുണ്ടായത്. അപ്പം അത് അവർക്ക് അതിൻ്റെ ഉണ്ടായില്ല എന്നുണ്ടപ്പോൾ അത് എന്ത് ചെയ്തു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്യേണ്ടി ഒരു വലിയൊരു ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതങ്ങനെ ഒരിതുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള സെറ്റ് ബാക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. കാരണം ഇത്രയും ഒരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മുടെ ഒരു ബിസിനസ് പോളിസിയിലുള്ള ഒരു സംഭവം വെച്ചാൽ ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യരുത്. അത് എത്തിക്കൽ സൈഡ് കൂടി ഉണ്ട്. നമ്മുടെ ആത്മീയപരമായിട്ട് നമുക്കതെന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം. ഉപ്പായിട്ടാണ് വെച്ചാൽ ഇത്ര കാലം ഞാൻ പറഞ്ഞല്ലോ മൂലധനം ഉപ്പ് തന്നാണ്. ഉപ്പാക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് ഉപ്പ് ഇത്ര കാലമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് വലിയ വലിയ ബിസിനസ് ചെയ്ത് അവർ പോലും ഇതിലേക്ക് കടന്നിട്ടില്ല. ഈ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പിൽ നമുക്ക് അതിൻ്റെ ഇതില്ല എന്നുള്ളത് വന്നത്. അങ്ങനെ ഒരിക്കൽ ഇതായപ്പോൾ നമ്മളെല്ലാ ബർഡനും നമുക്കിതൊക്കെ തന്നു, വീണ്ടും നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഇന്ന മാതിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ നമ്മളൊരു ഏജിൽ. അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കും. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചു. അത് നമുക്ക് തിരിച്ചടക്കാനും ഫുള്ളായിട്ട് പറ്റാത്തൊരവസ്ഥയിലും ബാക്കിയുള്ളതൊക്കെ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഉപ്പ തറിഞ്ഞു. വന്നത് വെയിലാണ്. അപ്പോൾ ഉപ്പ തറിഞ്ഞപ്പോൾ എന്നറിഞ്ഞപ്പോൾ കുറേ ചീത്ത ഇതൊക്കെ പറയാം, സ്വാഭാവികം. അതൊക്കെ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യണമെന്ന് ആദ്യം ഞാൻ അത് ഞാൻ ഫുള്ളായിട്ട് സെറ്റിൽ ചെയ്യണം. അതിന് എത്ര പൈസ വേണ്ടിച്ച് പറഞ്ഞു ഞാനവിടെ അയച്ചു തരും, കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പോഴും ആൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ത് ഈ അതൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോരെ, എൻ്റെ പഠിച്ചത് ഇവിടെ ജോബ് ഇവിടെ ചെയ്ത് വന്നിട്ട് എന്നുള്ളത് എന്നോട് അന്നും പറഞ്ഞില്ല. ഞാൻ അന്നും എന്ത് വെച്ചാൽ അത് ക്ലോസ് ചെയ്ത് വീണ്ടും ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പതുക്കെ പിച്ച് വെച്ച് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. കാരണം ഒരു ഹൈറ്റിലെത്തി വീണ്ടും എന്ത് വെച്ചാൽ താഴത്തേക്ക് പോവാണ്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൈ പിടിച്ച് ഉയർത്താൻ നമുക്ക് അവിടെ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇത്രയും ഫണ്ട് തരുമ്പോൾ ഒരാൾ തരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത് ഉപ്പാവട്ടെ ആരാവട്ടെ അവർക്ക് ഡിമാൻഡ് വെക്കും അവർ ഇല്ലേ, സ്വാഭാവികമായിട്ട് അവർ ഡിമാൻഡ് വെക്കും. ആരായാലും ഒരു ഫണ്ട് തരുന്ന സമയത്ത് എന്ത് അത് ഈ തിരിച്ച് ഇന്ന സമയത്തിന് എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. അതെ, അതാണ് കൂടുതൽ പൈസ അവർക്ക് തിരിച്ചു വേണ്ടി വരില്ല. അങ്ങനെ ബന്ധങ്ങൾ അതുണ്ടാവുക എന്ത് ഈ ഇന്ന രീതിയിൽ ഇതാവണം. കാരണം നമുക്ക് അവിടെ ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിൽ അവിടെ വന്നിരിക്കണം ഇതാവണം എന്നുള്ള രീതിയിൽ ഉപ്പ അതും അങ്ങനത്തെ ഒരു ഇതേ പറഞ്ഞില്ല, കണ്ടീഷൻസും ഇല്ല, ഒരു കണ്ടീഷൻസും ഇല്ല. വീണ്ടും ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബിസിനസ് പതുക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമുക്കൊരു ലക്ഷ്യമുള്ളതുകൊണ്ട് കേട്ടോ, നമുക്ക് എന്ത് ചെയ്ത ഒരു എയിം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. എന്ത് ചെയ്യും, ഞാനായിട്ട് എൻ്റെ ഒരു വഴി അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എന്ത് ഒരു തീയായിട്ട് ഒരു കനലായിട്ട് അവിടെ കിടന്നിരുന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ ഇവരൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്തു ഒരുപാട് സപ്പോർട്ട് ചെയ്തു. 2014 കല്യാണം കഴിയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വൈഫായി കഴിഞ്ഞാലും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട്. അവൾ വന്നതിന് ശേഷം അവൾക്കും എന്താ വെച്ചാൽ അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ആയിരിക്കില്ലല്ലോ. ഒരു സാലറീഡ് പേഴ്സൺ പോലെ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ഇത്ര ഇൻകം ഉണ്ടാവും എന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യും, വാരി ചെയ്തിരിക്കും ആ തുടക്കകാലം ഇതൊക്കെ. അപ്പോൾ ആ സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞു 2014. ഞാൻ പറഞ്ഞ ഈ സമയത്ത് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന സമയം, മെന്റലി എന്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്ന ആ സമയത്ത് ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണത്, കുറച്ച് ഉത്തരവാദിത്തം കൂടെ ഇതും കൂടി കയറി വരുന്നത്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഒന്നും കൂടി എന്തായി. പിന്നെ നമ്മുടെ കൂടെയുള്ള ഷബീർ, ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, ആൾ ഖത്തറിൽ നിന്ന് എന്താ വെച്ചാൽ തിരിച്ച് നാട്ടിലിവിടെ നിൽക്കണം എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ നമ്മളെന്ത് വെച്ചാൽ സിസ്ക്രീൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഇൻവെർട്ടറും ബാറ്ററിയും ഒരു ബ്രാൻഡായിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് ആ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ്റെ. ഒരു പ്രോഡക്റ്റായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യണം, എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിന്തിച്ചതിന് ശേഷമാണ് സിസ്ക്രീൻ എന്നുള്ളൊരു പേര് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം. എന്തായിരുന്നു അതിൻ്റെ സംഭവം? ആ സിസ്ക്രീൻ്റെ കാരണം അന്ന് സോളാർ തുടങ്ങുന്നുള്ളൂ കേട്ടോ. സോളാർ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം മാത്രമാണ് അധികം എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ 2012 നമ്മൾ എന്ത് ചെയ്തത്, ടാറ്റയുടെ ഓഫ് ഗ്രിഡ് സോളാർ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലേസ് ചെയ്യണത് 2012 ലാസ്റ്റിൽ വെച്ചാൽ ആ ഒരു സമയത്ത് 12-13 തോന്നുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 വാട്ട്സിൻ്റെ 4 പാനൽസ് ഉണ്ടാവും. ഒരു 1 കിലോവാട്ടിൻ്റെ MPPT ഉള്ള ഒരു വലിയൊരു ഇൻവെർട്ടറും 4 ബാറ്ററിയും 150 AH-ൻ്റെ 4 ബാറ്ററി. അപ്പോൾ ഇത് നമ്മൾ അന്ന് 97,000 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. അന്ന് 97 അത്യാവശ്യം ആയി. അന്ന് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ആ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു സംഭവം. പക്ഷെ പിന്നീട് അതെന്ത് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അതെന്ത് വെച്ചാൽ അതിൻ്റെ ബാറ്ററി ഫെയിലിയർ ആകാൻ തുടങ്ങി. അവിടുന്ന് നമ്മൾ പഠിക്കൽ തുടങ്ങി ഇതിനെ കുറിച്ചിട്ട്. ഇത് ഇവരുടെ ഡിസൈനിങ്ങിൽ തെറ്റാണെന്നുള്ളത് നമ്മൾ എന്ത് വെച്ചാൽ ഞങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഇതാക്കി. ടെക്നിക്കലി ഒന്നും കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാനും അതിനെ കണ്ടെത്താനും ഷബീറിനൊരു വൈഭവം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എന്ത് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ തെറ്റാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്നാൽ നമ്മൾ സോളാറിനെ കുറിച്ചിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ട്രെയിനിങ്ങിന് ഇതിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യൽ തുടങ്ങി, അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കൽ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്.
2015-16 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് നമ്മുടെ സോളാർ എന്ത് ചെയ്യണത്, ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണത്. അപ്പോൾ ഓൾറെഡി നമ്മളെടുത്തുണ്ടല്ലോ 4 ബാറ്ററി ഇന്ന സാധനം എന്താന്നൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി എന്ത്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളതുണ്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ. ഇന്ന് ഓഫ് ഗ്രിഡ് ഉണ്ട്, ഓൺ ഗ്രിഡ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഈ ഒരു 3 സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ സ്ട്രിങ്ങിലാണ്. പിന്നെ മൈക്രോ ഇൻവേർട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ സോളാറിൻ്റെ അതിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഇതിൻ്റെ കറക്റ്റായി ഡിസൈൻ ഒരു മെത്തേഡ് ഉണ്ട്. കാരണം ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പിനുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ ബ്രാൻഡും ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങളൊരു കാഴ്ചപ്പാടിൽ? ഇല്ല, ഓഫ് ഗ്രിഡ് ഫെയിലിയർ ആവാൻ ഇപ്പം ടാറ്റ ചെയ്തിട്ട് ഫെയിലിയർ ആവാനുള്ള കാരണം അതിന് ഡിസൈൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അവർ കോമൺ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കി. ആ കോമൺ ആയിട്ട് പ്രൊഡക്റ്റ് ഇപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാതെ ഞാനൊരു പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞല്ലോ. അതേപോലെ ടാറ്റ ഒരു പ്രൊഡക്റ്റ് ഇറക്കി, ഇതൊരു കോമൺ സാധനമാണ്. അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. ചെയ്യുന്ന ടീം അത് കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ഓൺ ഗ്രിഡ് ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഫെമിലിയർ ആണ് സോളാറിനെ കുറിച്ചിട്ട്. അപ്പോൾ സോളാർ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത്ര ബില്ല് നോക്കിയിട്ട് ഇത്ര കിലോ വാട്ടാണ് അവർക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അന്ന് അങ്ങനത്തെ സിസ്റ്റം ഇല്ല. ഇതിൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വെക്കാം. അങ്ങനെയായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? അത്ര ഉള്ളതിൻ്റെത്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ പ്രോഡക്റ്റ് അന്ന് എന്തില്ല, മോണോപ്പൊളിയാണ് ടാറ്റയുടെ. അതിന് ഗവൺമെൻറ് സബ്സിഡി ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചോദിച്ചാൽ കറണ്ട് ബില്ല് ഇതല്ലേ, കറണ്ട് കിട്ടും, സോളാർ നല്ല നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വെക്കുകയാണ്. അതാണ് അവിടെ എന്ത് ചെയ്തത് അന്ന് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ 2015 നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു വെച്ചാൽ സോളാർ ചെയ്യൽ തുടങ്ങി. സിസ്ക്രീൻ എന്നുള്ള പേര് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ സിസ്ക്രീന് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊടുത്തു, അപ്ലൈ ചെയ്തു. അത് റിജക്റ്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസ് വന്നു. സിസ്ക ഒപ്പോസ് ചെയ്തു. നമ്മൾ കുറച്ച് അതിൻ്റെ പിന്നാലൊക്കെ പോയി. പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓഫ് ഗ്രിഡ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഓൺ ഗ്രിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ സ്വിച്ച് ചെയ്യൽ തുടങ്ങി. 2018 ആകുമ്പോൾ ഓൺ ഗ്രിഡിലേക്ക് സ്വിച്ച് ചെയ്യൽ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് സാധ്യത, റിന്യൂവബിൾ എനർജിക്ക് ലോകത്ത് മൊത്തം ഒരുപാട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു, വേൾഡ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. എല്ലായിടത്തും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി. കാരണം ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത് കാർബൺ ഫുട് പ്രിൻറ്റ് കുറക്കുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്തു, ലോകരാജ്യങ്ങൾ മൊത്തം ചർച്ച ചെയ്തിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ ചർച്ച വരുന്ന സമയമാണ്. അത് ഭയങ്കര ഒരു ബിസിനസ് സാധ്യതയായിരുന്നു ഈ ഒരു മേഖലയ്ക്ക്. റിന്യൂവബിൾ സോളാറിന് മാത്രമല്ല, റിന്യൂവബിൾ എനർജി വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന എനർജി ഏതാണ്, അതെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആളുകൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും, മാൻ കൈൻഡിനെ എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ഒരുപാട് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്ഡ് കൺട്രീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അതിലനുസരിച്ച് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ELV സെക്ടർ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. കാരണം നമുക്ക് എസ്റ്റീംഡ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് റോയൽ ഡെൻ്റൽ കോളേജ്, അതേപോലെ ദാർലിദയുടെ ക്യാമ്പസുകൾ, MES എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെയുള്ള നമുക്ക് പ്രിഷ്യസ് ആയിട്ടുള്ള ഒരുപാട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മോഡേൺ സ്കൂള്, അതായത് കൊമേഴ്ഷ്യലിലും ഡൊമസ്റ്റിക്കലും ആയിട്ട് നമുക്ക് ഒരുപാട് അങ്ങനത്തെ നല്ല നല്ല കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ സർവീസ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കമ്പനി, ഒരു പ്രൊഫഷണൽ രീതിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഫ്രീലാൻസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്ത് മറ്റേ ആഫ്റ്റർ സർവീസ് എന്നുള്ള. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്തു പറഞ്ഞാൽ കിട്ടണം എന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട്. അതുകൊണ്ട് ആ സെക്ടർ നമ്മൾ കീപ്പ് ചെയ്തു. അതിനെ ഒഴിവാക്കുന്നത് അത് നമ്മൾ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 സെക്ടർ നമ്മൾ കീപ്പ് ചെയ്തു. അപ്പോൾ സോളാറിൽ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മാത്രം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് കൺസൾട്ട് ചെയ്തു. വെച്ചാൽ CA-കാരും അതേപോലെ ബിസിനസ് കൺസൾട്ടൻ്റൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനം 2018-19 ആ സമയത്ത് അങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇരുന്നപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ടീം വേണം നമുക്ക്.
നല്ലൊരു ടീം വേണം. ഒരേ ഫ്രീക്വൻസിയിൽ ചിന്തിക്കും, ഒരേ രീതിയിൽ ആളുകളെ എന്ത് ചെയ്യണം മനസ്സിലാക്കും, ഇതിനെക്കുറിച്ച് കുറച്ചൊരു ചിന്ത ഇതൊക്കെ ഉള്ള ആക്റ്റീവായിട്ട് നിൽക്കണേ. കാരണം സൈലൻ്റായിട്ട് പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിനൊക്കെ ഒരുപാട് പേര് തയ്യാറാണ്. അതെ. പക്ഷെ അവര് കാണുന്നത് ഈ കമ്പനി വലുതാവണം എന്നോ ഒന്നല്ല, അവരുടെ ഒരു പേഴ്സണൽ ഇൻകം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്നൊരു മാസ വരുമാനം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇയർലി ഇൻകം കിട്ടണം എന്നുള്ളത് കമ്പനി ഗ്രോത്ത് ആവണം എന്നുള്ള ആരതൊന്നും ഉണ്ടാവില്ല. അതിന്റെ പ്രോഫിറ്റോ ലോസോ അവർക്ക് എന്ത് ചെയ്യേണ്ട അറിയണ്ട, അവർക്ക് പ്രോഫിറ്റ് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഗ്രോയിങ് പീരീഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പീരീഡിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹെവി ബർഡൻ ആവുന്നത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാതിരിക്കുക, നമ്മുടെ സാലറീസും ബാക്കിയും കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എന്താ ആവശ്യം? കറക്റ്റായിട്ട് നമ്മുടെ കൂടെ നിന്ന് തോളോട് തോള് ചേർന്ന് ഒരേ രീതിയിൽ ഇത് എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളെ വേണം നമുക്ക് വേണ്ടത്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും എന്ത് ഒരേ രീതിയിൽ ചിന്തിക്കണം, ഒരേ രീതിയിൽ. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് വെച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും. അത് വരണം. കാരണം അവർക്കും നിങ്ങൾക്കില്ലാത്ത സ്കില്ല് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ പോരെ പുതിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതിനേക്കാൾ കഴിവ് അല്ലെ എൻ്റെ അടുത്ത് ഇല്ലാത്ത പല കഴിവുകളും എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അല്ലെ എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്തു ചിന്തിച്ചു. ഇപ്പം ഞാനിപ്പോൾ ഷെബീറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ അങ്ങനെയാണ് സിസ്ക്രീൻ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി നമ്മൾ ഫോം ചെയ്യാൻ 2019 എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിസ്ക്രീൻ മാത്രം ഷെബീർക്കാക്ക് നല്ലൊരു റോൾ ഉണ്ട്. സിസ്ക്രീൻ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ ഒരു പേര് ഇതാണ്.